ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. സോ വരാൻ വേണ്ടി പോകുന്ന കേരള PSCയുടെ ഒരു പുതിയൊരു പരീക്ഷയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. കാറ്റഗറി നമ്പർ 70/2024 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻ യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരള. ഓക്കെ, അതായത് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആയിട്ട് വരുന്ന പുതിയൊരു പോസ്റ്റ് വരാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ കാറ്റഗറി നമ്പർ 70/2024 ആണ്. ക്വാളിഫിക്കേഷൻ എന്താണ്? ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയാലോ? യെസ്. സോ കാറ്റഗറി നമ്പർ 70/2024 ആണ്. നിലവിൽ ഇതിൻ്റെ ഗസറ്റ് വിജ്ഞാപനമാണ് വന്നിട്ടുള്ളത്. മിക്കവാറും 2-3 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. 70/2024. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഡിപ്പാർട്ട്മെൻ്റ് ആണ്. നെയിം ഓഫ് ദി പോസ്റ്റ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ. സ്കെയിൽ ഓഫ് പേ 55,000 മുതൽ 1,15,000 വരെ. നിലവിലുള്ള വേക്കൻസികൾ 3 ആണ് കേട്ടോ. നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസികൾ 3 ആണ്. പക്ഷേ ഇതെന്തായാലും ഇൻക്രീസ് ചെയ്യും. എന്ത് സംഭവിക്കും? 3 വർഷത്തോളം ഈ ഒരു ലിസ്റ്റിന് കാലാവധിയുണ്ട്. സോ അപ്പോൾ പുതിയ തസ്തികകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ മറ്റ് യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യും? വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ ചെയ്യും. അത് കൂടാതെ ഞാൻ ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കൂടുതൽ അഡ്വൈസുകൾ പോകാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് കേട്ടോ ഇത്. കാരണം അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പരീക്ഷകൾ, നിരവധി പരീക്ഷകൾ നടക്കുന്ന ഈ ഒരു സമയത്ത് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം 3 വേക്കൻസിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു 10-12 ഒക്കെ അഡ്വൈസുകൾ പോയേക്കാം. ഓക്കെ, അപ്പം ഈ ഒരു വേക്കൻസികൾ മാത്രം കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വേക്കൻസികൾ ഇൻക്രീസ് ചെയ്യപ്പെടാം. ഓരോരോ യൂണിവേഴ്സിറ്റികളായിട്ട് പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് ഇൻക്രീസ് ചെയ്യപ്പെടാം. ബാക്കി നോക്കിയാലോ? അതിൻ്റെ ഏജ് ലിമിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 21 മുതൽ 40 വരെ. ദെൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ. സോ BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, BTech ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അതിൻ്റെ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, യെസ്. സോ വളരെ നല്ലൊരു പോസ്റ്റാണ്. നിങ്ങൾ നിലവിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനാണ്. കുറേയധികം അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പരീക്ഷകൾ നടക്കുന്നുണ്ടല്ലേ, ഇനി വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ആയിട്ട് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് പരീക്ഷയുണ്ട്. അപ്പോൾ നിങ്ങളതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ പ്രിപ്പറേഷൻ എന്തായാലും വെറുതെ ആവില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിന് വേണ്ടിയിട്ടും കൂടി യൂസ് ചെയ്യാം. ഓക്കെ, സോ മനസ്സിലാക്കുക. നിലവിൽ ഇതിൻ്റെ പ്രൊഫൈലിൽ കാറ്റഗറി നമ്പറിൽ വന്നിട്ടുണ്ടാവില്ല. ഒരു 2-3 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കത് പ്രൊഫൈൽ അവൈലബിൾ ആവും. വേഗം തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ. സോ അത്രയേ ഉള്ളൂ. ഒരു ഷോർട്ട് വീഡിയോ ആണ്. നമുക്കിനി കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നവർക്ക് അതിൻ്റെ സിലബസ് ഡിസ്കഷനൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും വീഡിയോസ് ആയിട്ട് വരാം. സോ ടിൽ ദെൻ ബൈ.